അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 1/x raised to 4 minus 1 dx. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റഗ്രന്റ് 1/x raised to 4 minus 1. 1/x raised to 4 minus 1. അതിന് നമുക്ക് a square minus 1 into a square plus 1 എന്ന് എഴുതാം. a square minus b square a plus b into a minus b ആ മോഡലാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇനി ഇതിന് 1/x square minus 1നെ x minus 1 into x plus 1 എന്ന് എഴുതാം. ഇത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ഇത് രണ്ട് ലീനിയർ ഫാക്ടർ, ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ cx plus d ഇത് ക്രോസ് ചെയ്യാം. ഇനി നമുക്ക് ബ്രാക്കറ്റ് 0 ആക്കാം. എക്സിന് -1 കൊടുക്കാം. അപ്പോൾ 1, ഇത് 0 ആയി, ഇതും 0 ആയി. എക്സിന് -1 കൊടുക്കുമ്പോൾ ഇതോ 2 ആയി, ഇത് -2 ആയി, -4 ആയി. ബി -1/4 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് ഇത് 0 ആക്കുക. എക്സിന് 1 കൊടുക്കുക. അപ്പോൾ 1 കൊടുക്കുമ്പോൾ ഇത് 2, 4 ഇത് 0, അത് 0. a 1/4 ഉണ്ട്. ഇനി കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യും. ഇവിടെ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കാം. ഇവിടെ 0. എക്സിൻ്റെ എസ് സ്ക്വയർ എസ് ക്യൂബ് കിട്ടും, അതിൻ്റെ കോഎഫിഷ്യൻ്റ് എ. എക്സിൻ്റെ എസ് സ്ക്വയർ എസ് ക്യൂബ് കിട്ടും, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ബി. സി എക്സ് ഇൻറ്റു ഈ എക്സ് ഇൻറ്റു എക്സ്, ഫസ്റ്റത്തെ എക്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി എസ് ക്യൂബ് എന്ന് കിട്ടും. അവിടെ മാത്രമേ എക്സ് ഉണ്ടാവുള്ളൂ, എസ് ക്യൂബ് ഉണ്ടാവുള്ളൂ. ബാക്കിയൊരു ടൈമിലും എസ് ക്യൂബ് വരില്ല. ഓക്കെ, അപ്പോൾ സി എന്ന് കിട്ടി. അപ്പോൾ a + b + c = 0. എയും ബി ആര്, എക്ക് 1/4, ബിക്ക് -1/4. അപ്പോൾ ക്യാൻസൽ ആവും. അപ്പോൾ സിക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യാം. 1 ലാസ്റ്റത്തെ തമ്മിൽ മൾട്ടിപ്ലൈ, എ -b + d, സോറി -d, -1 -d. ഇപ്പം d 1 - a + b, സോറി d എന്ന് പറയുന്നത്
എ മൈനസ് ബി മൈനസ് 1. എ 1/4 മൈനസ് 1/4 1/2 മൈനസ് 1 മൈനസ് 1/2. ഡിക്ക് മൈനസ് 1/2 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. എക്ക് 1/4, ബിക്ക് മൈനസ് 1/4, സിക്ക് 0 ആൻഡ് ഡി മൈനസ് 1/2. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇപ്പോൾ 1/x minus 1 into x plus 1 into a square plus 1 equal to a 1/4 x minus 1, b minus 1/4 x plus 1, c 0 into 0 minus 1/2 a square plus 1. ഇനി നമ്മളോട് ചോദിച്ചത് 1/x⁴ മൈനസ് 1 dx ആണ്. നമുക്ക് 1/x⁴ മൈനസ് 1നെ 1/x മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടാൽ മതി. നമുക്ക് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന് പകരം ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടാൽ മതി. ഓക്കെ, 1/4 ഇൻറ്റു എക്സ് മൈനസ്. ഇതിന് ഇൻ്റഗ്രൽ 1/4 ലോഗ് മോഡ് എക്സ് മൈനസ് 1, 1/4 ലോഗ് മോഡ് എക്സ് പ്ലസ് 1 മൈനസ് 1/2 1/1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? അതിൽ നിന്ന് നമുക്ക് 1/4 കോമൺ എടുത്താൽ ലോഗ് മോഡ് എക്സ് മൈനസ് 1/x പ്ലസ് 1 ഇതാണ് കിട്ടുക. 1/4 ലോഗ് മോഡ് എക്സ് മൈനസ് 1/x പ്ലസ് 1 മൈനസ് 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും ആൻസർ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ cos x by 1 minus sin x into 2 minus sin x dx. Cos x by 1 minus sin x into 2 minus sin x dx. ആദ്യം നമ്മൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഉണ്ട്. സൈൻ എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെറിവേറ്റീവ് കോസ് എക്സ് ഡി എക്സിന് ഡി ടി എന്നാവും. ഇപ്പം ഡി ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി 2 മൈനസ് ടി എന്ന് വരും. നമുക്ക് ഇതിപ്പോൾ പോളിനോമിയലായി, ടീൻ്റെ ടൈമിൽ പോളിനോമിയലായി. ഓക്കെ അല്ലേ, പ്രോപ്പറാണ്. പക്ഷെ നമ്മളായിട്ട് ലീനിയർ ഫാക്ടർ എക്സ് പ്ലസ് അല്ലെ എക്സ് മൈനസ് ഒരു വാല്യൂ, ഒരു പോസിറ്റീവ് നമ്പർ എഴുതാം. ഇത് എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്, ആ കോൺസ്റ്റൻറ്റ് പ്ലസ് മൈനസും. ഇതൊരു മൈനസ് എടുത്താൽ ടി ഫസ്റ്റ് വരും, ആ രീതിയിൽ എഴുതാം. അപ്പോൾ ഡി ടി ബൈ ഇതിൽ നിന്നൊരു ടി മൈനസ് ഉണ്ട്, ഒരു മൈനസ് പുറത്തെടുത്താൽ, ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുത്താൽ ടി മൈനസ് 2 എന്നാവും. ആ രണ്ട് മൈനസും പ്ലസ് ആവും. ഇതിനെങ്ങനെ എഴുതാം? ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പ്രോപ്പറാണ്, പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 1/t മൈനസ് 1 ഇൻറ്റു ടി മൈനസ് 2നെ a/t മൈനസ് 1
പ്ലസ് ബി ബൈ ടി മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ക്രോസ് ചെയ്താൽ 1 ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് 2 ബി ഇൻറ്റു ടി മൈനസ് 1. 0 ആക്കുക, 1 ടിക്ക് 2 കൊടുക്കുക, ബി എന്ന് വരും. ടിക്ക് 1 കൊടുക്കുമ്പോൾ മൈനസ് എ മൈനസ് 1. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അപ്പോൾ എ മൈനസ് 1 b1 substitute in equation 1. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം 1/t-1 t-2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പകരം ഇതിന് ഇൻ്റഗ്രേറ്റ്. ഇതിനെന്താ? മൈനസ് 1/t log mod പ്ലസ് log mod t-2 പ്ലസ് log a മൈനസ് ബി log a/b ആണ്. ടിക്ക് സൈൻ എക്സ് കൊടുക്കുക. ലോഗ് ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് സൈൻ എക്സ്. സൈൻ എക്സ് മൈനസ് 2 ബൈ സൈൻ എക്സ് മൈനസ് 1 പ്ലസ് സി. ഇതാണ് നമ്മളോട് ചോദിച്ചതിൻ്റെ ആൻസർ. കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 2 മൈനസ് സൈൻ എക്സ് ഡി എക്സിൻ്റെ ആൻസർ. ലോഗ് മോഡ് sin x minus 2 by sin x minus 1. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്റഗ്രൽ x square plus 1 into a square plus 3 divided by two divided by ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് വരിക a square plus 1 a square plus 2 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ x raised to 4 3x square plus 2. ഇത് x raised to 4 7x square plus 12. ഇത് പോളിനോമിയൽ ബൈ പോളിനോമിയൽ ഇംപ്രോപ്പർ ആണ്. ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആക്കണം. അപ്പോൾ എക്സ് റൈസ് ടു 4 പ്ലസ് എന്തുകൊണ്ട് ഏറ്റവും വലിയ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് റൈസ് ടു 4 ഇതിൽ വലിയ പവറിന് ഈക്വൽ ആകും. ഇതിൻ്റെ വലിയ പവറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ഇൻറ്റു എക്സ് റൈസ് ടു 4 1 ഇൻറ്റു 7x സ്ക്വയർസ് 1 ഇൻറ്റു 10 മൈനസ് എഴുതാം മൈനസ് 4x സ്ക്വയർ മൈനസ് 10. അപ്പം ഇത് എക്സ് റൈസ് ടു 4 പ്ലസ് 1 plus minus 4x square minus 10 minus common എടുത്താൽ 4x square plus 10 by
എക്സ് റൈസ് ടു 4 പ്ലസ് 7x² പ്ലസ് 12 എഴുതാം. 1 പ്ലസ് ഇത് ബൈ ഇത് എന്ന് പറയുമ്പോൾ മൈനസ് കോമൺ എടുത്താൽ മൈനസ് ആണ്. അപ്പോൾ ഇതിന് 1 മൈനസ് 4x² പ്ലസ് 10 ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് 7x² പ്ലസ് 12 എഴുതാം. അപ്പോൾ ഇത് പ്രോപ്പറായി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സാധനമില്ലേ x² പ്ലസ് 1 ഇൻറ്റു x² പ്ലസ് 2 ഡിവൈഡഡ് ബൈ x² പ്ലസ് 3 ഇൻറ്റു x² പ്ലസ് 4. ഇതിനെ നമുക്ക് പ്രോപ്പർ ആക്കിയിട്ട് ഇങ്ങനെ ഇത് 1 മൈനസ് ഈ അടിയത്തെന്ന് പറഞ്ഞാൽ ഇതാണ് x² പ്ലസ് 3. നമുക്കിത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മോഡലാക്കി കിട്ടണം. അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് ക്ലിയർ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇത് എഴുതാം. ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അതിൽ ഈ ഇൻ്റഗ്രൽ നമ്മൾ വേറെ കാണും. എന്നിട്ട് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ 1 എടുക്കാം. ഇതിന് ഈ ഇൻ്റഗ്രൽ വേറെ കാണും. ലെറ്റ് integral 4x² plus 10 by ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ആണ്. പ്രോപ്പറാണ്. നമ്മൾ ആദ്യം പ്രോപ്പറാക്കിയ രീതിയാണിത്. ഇനി ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ആണ്. അപ്പോൾ ഇതിനെ ax പ്ലസ് b ബൈ cx പ്ലസ് d ബൈ ക്രോസ് ചെയ്താൽ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് 10 ഈക്വൽ ടു ax പ്ലസ് b ഇൻറ്റു ഇക്വേഷൻ 2 നേടാം. എസ് സ്ക്വയർ പ്ലസ് 4 cx പ്ലസ് d ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3. കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് 0, ഇവിടെ എ, ഇവിടെ സി. എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 4, ഇവിടെ ബി, ഇവിടെ ഡി. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 0, ഇവിടെ 4, ഇവിടെ 3c. ഇനി ഇവിടെ കോൺസ്റ്റന്റ് 10, 4b, 3d. ഇതൊക്കെ 4 സോൾവ് ചെയ്തിട്ട് ABCD കാണാം. 4a പ്ലസ് 3c 0 ആണ്. ഓക്കെ, രണ്ട് ഇത് സെയിം ആക്കാൻ നേരിട്ട് 0 ആണെന്ന് കിട്ടും. എന്നാലും ഇടയിൽ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷൻ അതേപോലെ എടുക്കാം. ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 0 ഈക്വൽ ടു 4a പ്ലസ് 4c. ഇവിടെ ഇതും ഇതും തമ്മിൽ സോൾവ് ചെയ്യും. രണ്ടും മൈനസ് ചെയ്യാം. അപ്പോൾ c ഈക്വൽ ടു 0. അത് ഏതിലെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ a ഈക്വൽ ടു 0 കിട്ടും. സിയും എയും 0 ആണ്. ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 16 4b പ്ലസ് 4d. ഇത് ഇങ്ങോട്ട് മൈനസ് ചെയ്തോ, അപ്പോൾ പോസിറ്റീവ് കിട്ടും. 6 ഈക്വൽ ടു d. അത് ഏതിലെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ ഇതിന് ഡിക്ക് 6 കൊടുക്കുമ്പോൾ ബി എന്തായിരിക്കും? -2. അപ്പോൾ എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി, ഡിയും കിട്ടി.
എ 0 കിട്ടി, ബി -2 കിട്ടി, സി 0 കിട്ടി, ഡി 6 കിട്ടി. അത് നമുക്ക് ഇക്വേഷൻ 2 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ എഴുതുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2. ഇപ്പോൾ 4x² + 10 ഇൻറ്റു s² + 4 എന്നുള്ളത് നമുക്ക് എ 0 ആണ്, ബി -2 ആണ്. -2/s² + 3 എന്നും സി 0 ആണ്, ഡി 6 ആണ്. 6/s² + 4 എന്നും കിട്ടും. റെഡി അല്ലേ? ഓക്കെ, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടാൽ മതി. ഓക്കെ, 4x² + 10 s² + 4ൻ്റെ ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം -2/s² + 3 + 6/s² + 4ൻ്റെ ഇൻ്റഗ്രൽ കണ്ടാൽ മതി. അപ്പോൾ ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ 1-ൽ. ഇക്വേഷൻ 1 ബിക്കം എന്താ വരിക? ഇൻ്റഗ്രൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ a² + 1 ഇൻറ്റു a² + 2 ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. (4x² + 10 s² - 3 ഇൻറ്റു x² + 4). അതിന് പകരം -2/s² + 3 + 6/s² + 4 dx. 1 + 2 -1 + 2. ഇത് s² + a² മോഡൽ, അപ്പോൾ √3² ആക്കിയിട്ട് എഴുതും. a² + 2² ആക്കിയിട്ട്. ക്ലിയർ അല്ലേ? ഇതിനെ ഡയറക്റ്റ് ചെയ്ത x + 2 ഇൻറ്റു 1/a tan 1 x/a 1/√3 tan 1 x/√3 -6 ഇൻറ്റു 1/2 tan 1 x/2 പ്ലസ് x + 2/√3 tan 1 x/√3. 6ഉം 2ഉം കട്ട് ചെയ്ത 3 tan 1 x/2 പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ ഫൈനലി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻ്റഗ്രൽ a² + 1 ഇൻറ്റു a² + 2 a² + 3 ഇതാണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 2x/a² + 1 ഇൻറ്റു a² + 3 dx. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 2x/a² + 1 ഇൻറ്റു x² + 3 dx.
ഇതിനെ ഇതിനാണ് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെ വെച്ചാൽ ഫാക്ടറൈസ് ചെയ്യാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് പ്ലസ് ബി അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x കൂടെ ഉണ്ട്. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ എസ് സ്ക്വയറിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് 2x dx dt ആവും. അപ്പോൾ dt ബൈ ടി പ്ലസ് 1 ടീൻ്റെ ടേമിൽ ഒരു പോളിനോമിയൽ കിട്ടും. ഇതിന് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് 1 ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 3. അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റും. 1 ബൈ ടി എ ബൈ ടി പ്ലസ് 1 ബി ബൈ ടി പ്ലസ് 3. ക്രോസ് ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു ബ്രാക്കറ്റ് 0 ആക്കുമ്പോൾ -3 -2b -1/2 -1 ഈക്വൽ ടു 2a. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. എ എന്ന് പറയുന്നത് 1/2, ബി എന്ന് പറയുന്നത് -1/2. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ 1 ബൈ ടി പ്ലസ് 1 ടി പ്ലസ് 3 1 ബൈ 2 എ ബൈ ടി പ്ലസ് 1 ബി ബൈ ടി പ്ലസ് 3. അപ്പോൾ 1 ബൈ ടി പ്ലസ് 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം 1 ബൈ 2 ഇൻറ്റു ടി പ്ലസ് 1 ടി പ്ലസ് 3 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് 1 ബൈ 2 ലോഗ് മോഡ് ടി പ്ലസ് 1 1 ബൈ 2 കോമൺ എടുത്താൽ ലോഗ് എ മൈനസ് ലോഗ് ബി മോഡലാണ്. ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് സ്ക്വയർ ആണ്. ഇതാണ് നിങ്ങളുടെ 2x dx by ന്റെ ഇൻ്റഗ്രൽ. ഇത് സാധാരണ അടിയിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള കൺസെപ്റ്റ് വെച്ച് ചെയ്താലും കിട്ടും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി സിമ്പിളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. ക്ലിയർ അല്ലേ? വളരെ ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്താൽ ഇതിലേക്ക് തന്നെ എത്തുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1 ബൈ എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 4 മൈനസ് 1. അപ്പം ഇതിന് നമുക്കൊന്ന് സിമ്പിളാക്കി ചെയ്യാം. ഒന്നെങ്കിൽ എക്സ് മൈനസ് 1 എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1, പിന്നെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 അങ്ങനെയൊക്കെ ആക്കിയിട്ട് ചെയ്യാം. അതിനേക്കാൾ ഈസി ആയിട്ട് എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x³ അപ്പോൾ x³ ബൈ എക്സ് റൈസ് ടു 4 എന്ന് എഴുതി. അപ്പോൾ എന്താ 1 ബൈ എക്സ് തന്നെ കറക്റ്റ്. എക്സ് റൈസ് ടു 4 മൈനസ് 1 ഇതിൽ തെറ്റുണ്ടാവും. x³ ബൈ എക്സ് റൈസ് ടു 4 അത് 1 ബൈ എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 4 മൈനസ് 1 കറക്റ്റായി. ഈ എക്സ് റൈസ് ടു 4ന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് 4x³ കോൺസ്റ്റൻ്റ് കുറവുള്ള ഒരു വിഷയമല്ല. കോൺസ്റ്റൻ്റ് കുറവാണെങ്കിൽ പ്രശ്നമില്ല. എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോൺസ്റ്റൻ്റ് കുറവാണെങ്കിൽ വിഷയമില്ല. ആ കോൺസ്റ്റൻ്റ് റൈറ്റ് സൈഡിലോട്ട് അങ്ങ് എടുത്താൽ മതി.
അപ്പോൾ ഇതെന്തായി മാറും? ഇൻ്റഗ്രൽ dt/4 x raised to 4 t into t minus 1. 1/4 dt by t into t minus 1. പോളിനോമിയൽ ആൻഡ് ഡിനോമിനേറ്റർ പ്രോപ്പറാണ്. ടീൻ്റെ ടൈമിൽ പോളിനോമിയൽ. അപ്പോൾ ഇതിൽ നിന്ന് 1/t into t minus 1 a/t plus b/t minus 1 എഴുതാം. ഇക്വേഷൻ ക്രോസ് ചെയ്താൽ 1 a into t minus 1 b into t minus 1 കട്ട് ചെയ്താൽ t. ബ്രാക്കറ്റ് 0 ആയി ടിക്ക് 1 കൊടുത്താൽ ഇത് 0 ആയി. ഇത് ബി 1 ഈക്വൽ ടു ബി. അത് ബിക്ക് 1. ടിക്ക് 0 കൊടുത്താൽ 1 ഈക്വൽ ടു മൈനസ് എ മൈനസ് 1. എക്ക് മൈനസ് 1ഉം ബിക്ക് 1 എന്നും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 1/t into t minus 1 minus 1/t plus 1/t minus 1 എന്നത്. അപ്പോൾ 1/4 integral dt by t into t minus 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം 1/4 integral ഇൻ്റഗ്രേറ്റ് ചെയ്ത മൈനസ് ലോഗ് മോഡ് ടി മൈനസ് 1 പ്ലസ് സി. ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി. വൺ ബൈ 4 ലോഗ് ടി എക്സ് റൈസ് ടു 4. ഇതാണ് നമ്മളോട് ചോദിച്ച 1/x into x raised to 4 minus 1 dxൻ്റെ ഇൻ്റഗ്രൽ. x raised to 4 minus 1 dx 1/4 log mod x raised to 4 minus 1 by x raised to 4 plus. ക്ലിയർ ആയെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ അത് നമുക്ക് ഒരുമിച്ച് ചെയ്ത് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തതിന് ശേഷം. ഓക്കെ, ഫസ്റ്റ് ഇൻ്റഗ്രൽ ഒന്ന് തറോ ആക്കാണ് ഉദ്ദേശം. സെക്കൻഡ് വൺ ടു ബൈ third one fourth one fifth one
ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഈ സെക്ഷൻ അങ്ങ് അവസാനിപ്പിക്കും. അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് തറവാക്കാം. ഓക്കെ, 1 by 1 ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇൻ്റഗ്രൽ 3x minus 1 by x plus 2 the whole square dx. ഇതിൻ്റെ ഇൻ്റഗ്രൻ്റ് 3x minus 1 by x plus 2 the whole square എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എ ബൈ ലീനിയർ ഫാക്ടറിൻ്റെ സ്ക്വയറാണ് എക്സ് പ്ലസ് 2 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ക്രോസ് ചെയ്യാം. ബ്രാക്കറ്റ് 0 ആക്കുക. എക്സിന് -2 എന്ന് കൊടുക്കുക. അപ്പം -7 ബി കിട്ടും. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് A3യും ബി -7 എന്നും കിട്ടും. A3യും ബി -7. ഇനി ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്താൽ A3 ബി -7 substitute in equation 1. So 3x minus 1 x plus 2 whole square എന്നുള്ളത് ഇനി 3x മൈനസ് 1 ബൈ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഈ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 3 log mod x പ്ലസ് 2 1 ബൈ എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രൽ -1 ബൈ എക്സ്. അപ്പം മൈനസ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2 പ്ലസ് ഇതാണ് 3x മൈനസ് 1 ബൈ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. 3 log mod x പ്ലസ് 2 പ്ലസ് 7 ബൈ എക്സ് പ്ലസ് 2 പ്ലസ് സി. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, integral 2 by 1 minus x into 1 plus x square dx. അപ്പോൾ ലീനിയർ ഫാക്ടർ വരുമ്പം എക്സ് എന്നുള്ള ഫസ്റ്റായിട്ട് വരിക. അതിന് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാം. മൈനസ് പുറത്തെടുത്താൽ എക്സ് -1, അപ്പോൾ ഒരു നെഗറ്റീവ് പുറത്ത് വരും. ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 1. ഇതിൻ്റെ ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് ഇത് പ്രോപ്പറാണ്.
ലീനിയർ വരുമ്പോൾ എ ബൈ എക്സ് മൈനസ് വൺ, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് വരുമ്പോൾ ബി എക്സ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ. എസ് സ്ക്വയർ പ്ലസ് വണ്ണിന് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ക്രോസ് ചെയ്യാം. ബ്രാക്കറ്റ് 0 ആക്കാം. എക്സിന് 1 കൊടുത്താൽ 0 ആണ്. 1 കൊടുത്തത് 2 2 ഈക്വൽ ടു 2 എ 1 ആവും. എ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ല, 0. ഇവിടെ എ, ഇവിടെ എ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ബി. ബി എന്ന് പറഞ്ഞാൽ മൈനസ് എ മൈനസ് 1. ഇനി കോൺസ്റ്റൻ്റ് ഇക്വേറ്റ് ചെയ്യാം. 2 എ മൈനസ് സി. സി എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ എ മൈനസ് 2. അതായത് 1 മൈനസ് 2 മൈനസ് 1. അപ്പോൾ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് 1, സി ഈക്വൽ ടു മൈനസ് 1. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എക്ക് 1, ബിക്ക് മൈനസ് 1, സിക്ക് മൈനസ് 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ 1 എന്നുള്ളത് 2 by x minus 1 into x square plus 1 become a 1 by x minus 1 plus b minus plus the bracket ഇടുക, b minus 1 minus x c minus 1 minus 1 by x square plus 1. അപ്പോൾ നമുക്ക് കാണേണ്ടത് -2/x minus 1 into x square plus 1 dx ആണ്. അത് -2/ക്ക് പകരം 1/x minus 1, ഇതിന് മൈനസ് കോമൺ എടുത്താൽ x plus 1/x square plus 1 മൈനസ്. ഇത് ലീനിയർ ബൈ ക്വാഡ്രാറ്റിക്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒറ്റടിക്ക് എഴുതുന്ന രീതി പറഞ്ഞത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് 2x, എന്നാലത് എക്സ് ആവുള്ളൂ, പ്ലസ് വേറൊരു കോൺസ്റ്റൻറ്റ്. നോക്ക്, എ ഇൻറ്റു എന്തോ ആണ് സാധനം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ക്വാഡ്രാറ്റിക് 2x. എന്ത് എ ഇൻറ്റു 2x, എന്ത് ഇൻറ്റു 2x ചെയ്താലാണ് മുകളിലത്തെ കറക്റ്റാക്കി കിട്ടണം, എക്സ് കിട്ടണം. 1/2 ഇൻറ്റു 2x ചെയ്ത് എക്സ് കിട്ടും, പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് 1, എന്നാലിത് മുകളിലത്തേന് ഈക്വലൻ്റ് ആവുള്ളൂ. ആ രീതിയിലാണ് ഇത്. ഒറ്റയ്ക്ക് എഴുതാൻ പറ്റണ എഴുതുക, അല്ലെങ്കിൽ ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് എന്നുള്ള കൺസെപ്റ്റ് വെച്ച് ചെയ്ത് നോക്കുക. മൈനസ് ഇത് ബ്രാക്കറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1. എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ക്വാഡ്രാറ്റിക് വേറെയും പ്ലസ് ബി വേറെയായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഈ മൈനസും മൈനസും പ്ലസ് ആവും. മൈനസും പ്ലസും മൈനസ് ആവും. -1/, ഓക്കെ. അതിൻ്റെ ബാക്കി ആ മൈനസ് കൊണ്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1/x minus 1 plus 1/2 into
2x by x square plus 1 plus 1 by s square plus 1 dx minus log mod x minus 1 plus 1 by 2. എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x. ഇതിന് ടി എന്ന് കൊടുത്താൽ ഇതിന് ഡി ടി ആവും. അപ്പോൾ ഡി ടി ബൈ ടീൻ്റെ ലോഗ് മോഡ് ടി നിങ്ങൾ ചെയ്ത് നോക്കാം. കുറേ ഇപ്പോൾ ചെയ്തല്ലോ. ടിക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇതാണ് നിങ്ങൾക്ക് ഇൻ്റഗ്രൽ വരിക. മൈനസ് ലോഗ് മോഡ് എക്സ് മൈനസ് 1 പ്ലസ് 1 by 2 log mod s square plus 1 plus tan inverse x plus c. ഇതാണ് 2 by 1 minus x into 1 plus x സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ. സെക്കൻഡ് ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ റെഡി ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ integral x cube plus x plus 1 by x square minus 1 dx. ഇത് ഇംപ്രോപ്പർ ആണ്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എസ് ക്യൂബ്. ഇത് വലിയ പവർ കിട്ടുന്ന രീതിയിൽ മൾട്ടിപ്ലൈ. അതിനെല്ലാം കൊണ്ട് മൾട്ടിപ്ലൈ മൈനസ് എക്സ് എക്സ് മൈനസ് 2x പ്ലസ് 1 എസ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളത് എക്സ് പ്ലസ് 2x പ്ലസ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ ഇതിനു പകരം എക്സ് പ്ലസ് എക്സ് പ്ലസ് 2x പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് ഇംപ്രോപ്പറാണ്, ഇത് പ്രോപ്പറായി. ഓക്കെ, ഇത് ഇംപ്രോപ്പറാണ്, ഇത് പ്രോപ്പറായി. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ വേറെ കാണും. ഈ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഓക്കെ, അതിന്ന് ലെറ്റ് 2x plus 1 by x square minus 1. ഇതിന് ഇതെടുക്കുക, ഈ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ. അതിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റും. ഇത് ഡിനോമിനേറ്ററിനെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ലീനിയർ ഫാക്ടർ ഇത് പ്രോപ്പറാണ്. അടി ലീനിയർ ഫാക്ടർ 2x plus 1 by x minus 1 into x plus 1 a by x minus 1 plus b by x plus 1 എന്ന് എഴുതാം. ക്രോസ് ചെയ്താൽ 2x plus 1 a into x plus 1 b into x minus 1. ഇതിന് ഇക്വേഷൻ 2 എന്നെടുക്കും. ബ്രാക്കറ്റ് 0 എക്സിന് -1 കൊടുത്താൽ -1 -2 b 1/2. എക്സിന് 1 കൊടുത്താൽ 3 2a 3/2 a 3/2 b 1/2. Substitute in equation 2. 2x plus 1 by
x minus 1 into x plus 1 equal to 3 by 2 into x minus 1, 1 by 2 into x plus 1 എഴുതാം. ഇത് നമ്മൾ ഇതിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ ഇതെന്താവും? എക്സ് പ്ലസ് 3 by 2 into x minus 1, 1 by 2 into x plus 1 dx. x square by 2, 3 by 2 log mod x minus 1, 1 by 2 log mod x plus 1 plus c. ഇതാണ് integral s cube plus s square minus 1 dx ന്റെ ആൻസർ. x square by 2 plus 3 by 2 log mod x minus 1 plus 1 by 2 log mod x plus 1 plus c. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കും.